നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ വൈകുന്നേരം പെൻഷൻ വാങ്ങുന്ന മുഴുവൻ ആളുകൾക്കും ഒരു മാസത്തെ പെൻഷനാണ് അവരുടെ അക്കൗണ്ടിൽ എത്തിയത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞിരുന്നത് 2 മാസത്തെ പെൻഷൻ ലഭിക്കുമെന്നുള്ളതാണ്. എന്നാൽ കുറഞ്ഞ ആളുകൾക്ക് 2 മാസത്തെ പെൻഷൻ കിട്ടിയിട്ടുമുണ്ട്. ബാക്കിയുള്ള ആളുകൾക്ക് 1600 രൂപ എന്ന് ലഭിക്കും. എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി നോക്കാം. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പല ആളുകൾക്കും ഇന്നലെ 1600 രൂപ മാത്രമാണ് ലഭിച്ചത്. എന്നാൽ വളരെ കുറച്ച് ആളുകൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൻ്റെ ഇടയിൽ കമൻറ്റ് ഇട്ടിരുന്നു അവർക്ക് 3200 രൂപ ലഭിച്ചു എന്നുള്ളത്. 2 മാസത്തെ പെൻഷനാണ് ഇപ്പോൾ സർക്കാർ അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷത്തെ ഒരു മാസത്തെ കുടിശ്ശികയും ജനുവരി മാസത്തെ ഒരു പെൻഷനുമാണ് ഇപ്പോൾ സർക്കാർ അവർക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ പല ആളുകൾക്കും കഴിഞ്ഞ മാസത്തെ കുടിശ്ശിക മാത്രമാണ് ലഭിച്ചത്. ഈ ജനുവരിയിലെ പെൻഷൻ ലഭിച്ചിട്ടില്ല. ആ ചെറിയ ക്ലറിക്കൽ മിസ്റ്റേക്കാണ്. ഇന്നോ നാളെയോ ആയിട്ട് അവർക്ക് ബാക്കി പണം 1600 രൂപ കൂടി ലഭിക്കും. അതിനവർ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ കഴിഞ്ഞ ഡിസംബർ അല്ലെങ്കിൽ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ പെൻഷൻ കിട്ടിയ ആളുകൾക്ക് ഇന്നലെ 1600 രൂപ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ പ്രത്യേകം അന്വേഷണം നടത്തണം. എന്ത് കാരണം കൊണ്ടാണ് അവർക്ക് പെൻഷൻ ലഭിക്കാത്തതെന്ന്. വളരെ കുറച്ച് ആളുകൾ ഇതിൽ കമൻറ്റ് ഇട്ടിരുന്നു കഴിഞ്ഞ ഡിസംബർ നവംബർ മാസങ്ങളിൽ പെൻഷൻ കിട്ടിയിരുന്നു, പക്ഷേ ജനുവരി ആയപ്പോൾ പെൻഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളത്. അതവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ വിധവാ പെൻഷൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ സർക്കാരിൻ്റെ അന്വേഷണത്തിൽ അവർക്ക് പെൻഷൻ അർഹതയില്ലെന്ന് കണ്ടെത്തിയത് കൊണ്ടോ എന്തുകൊണ്ടുമാവാം. എന്തുകൊണ്ടാണെന്ന് അവർ കറക്റ്റ് അന്വേഷണം നടത്തിയതിനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണം. നമ്മുടെ പെൻഷൻ പോർട്ടലിൽ പോയി ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ പഞ്ചായത്തോ നേരിട്ട് ചെന്നാലും അന്വേഷിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ഒരു വാട്സപ്പ് നമ്പറുണ്ട്, നമ്മുടെ ചാനലിൻ്റെ ഔദ്യോഗിക വാട്സപ്പ് നമ്പറാണ്. അതിൽ കൂടി പറഞ്ഞാൽ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി നിങ്ങളെ സഹായിക്കാം. ഏതായാലും കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ കിട്ടിയിട്ട് ഈ മാസം പെൻഷൻ കിട്ടാത്ത ആളുകളാണ് ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഇന്നലെ 1600 രൂപ ലഭിച്ച ആളുകൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് വരും ദിവസങ്ങളിൽ ഇന്നോ നാളെയോ ആയിട്ട് തന്നെ അവർക്ക് പണം എത്തുന്നതാണ്. കുറഞ്ഞ ആളുകൾക്ക് ഇപ്പോൾ തന്നെ പണം എത്തിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിച്ച ആളുകൾക്ക് ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ലഭിക്കുക. കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ പുതിയ പെൻഷൻ അപേക്ഷിച്ച ആളുകളുണ്ടാകും. അവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ പുതിയ പെൻഷൻ മസ്റ്ററിംഗ് നിർബന്ധമാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു. അവർക്കൊരു മാസത്തെ പെൻഷൻ മാത്രമാണ് ലഭിച്ചത്. അതും അവർ ഏത് മാസത്തെ പെൻഷനാണ് അവർക്ക് ലഭിച്ചതെന്ന് അറിയാൻ അവർ പെൻഷൻ പോർട്ടലിൽ പോയി ചെക്ക് ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ച് വളരെ വിശദമായ വീഡിയോ നമ്മുടെ ചാനൽ കഴിഞ്ഞ 2 വീഡിയോസിൻ്റെ അപ്പുറം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്ത ആളുകൾ ആ വീഡിയോ കൂടി കണ്ടാൽ അവർക്ക് കാര്യങ്ങൾ ഒന്നുകൂടി ക്ലിയറായി മനസ്സിലാകും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഗവൺമെൻറ് അറിയിപ്പുകൾ, സേവനങ്ങൾ ഇതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ വീഡിയോസിൽ വരുന്നത്. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.